കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള വ്യാജ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചെന്ന ആരോപണത്തിൽ സുബ്രഹ്മണ്യനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ചേവായൂരിലുള്ള വീട്ടിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുബ്രഹ്മണ്യനെതിരെ സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരും. എന്തായാലും ഈ കഴിഞ്ഞ നാളുകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമായിരുന്നു അത്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ആ ചിത്രം. അത് AI ആണെന്ന രീതിയിൽ CPMന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ ആ ഫോട്ടോ പങ്കുവച്ചു എന്ന പേരിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ ഫോട്ടോ ഇത്തരത്തിൽ സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയപരമായും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ. അത് വ്യാജ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ സുബ്രഹ്മണ്യനെതിരെ പോലീസ് കേസെടുത്തതും ഇപ്പോൾ ചേവായൂരിലെ വീട്ടിലെത്തി പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എപ്പോഴായിരുന്നു സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? വിവരങ്ങൾ. അശ്വതി, രാവിലെ തന്നെ ചേവായൂർ പോലീസ് സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തുള്ള വീട്ടിലെത്തിയിരുന്നു. വീട്ടിലെത്തിയ ശേഷം തനിക്ക് ഒന്ന് ഫ്രഷ് ആവുന്നതിനുള്ള സമയം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് അതിനുള്ള സമയം നൽകി. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ഏതാണ്ട് 8:30 കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. നേരത്തെ സ്വമേധയാ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുമ്പാകെ ഹാജരാവണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം ഹാജരാവാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് വീട്ടിലെത്തി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സമൂഹ മാധ്യമങ്ങളിലും പൊതു സമൂഹത്തിലുമെല്ലാം വളരെ ചർച്ചാ വിഷയമായി മാറി നിൽക്കുന്ന കാര്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ഈ സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമാണ്. അത് യഥാർത്ഥ ചിത്രത്തിൽ നിന്നും വ്യത്യസ്തത വരുത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അത് പിന്നീട് വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ ഫോട്ടോ തെറ്റായി ചിത്രീകരിച്ച സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചെന്ന ആരോപണത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധം ഉണ്ടാവാൻ എന്താവും കാരണമെന്ന ഒരു തലക്കെട്ടോടുകൂടിയാണ് ഈ ചിത്രം പങ്കുവെക്കുകയും ചെയ്ത് CPM അടക്കം നേരത്തെ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. മനഃപൂർവ്വമായി കൃത്രിമമായി നിർമ്മിച്ചെടുത്ത അല്ലെങ്കിൽ AI വഴി നിർമ്മിച്ച ഫോട്ടോ ആണ് ഇതെന്ന് CPM നേതാക്കളടക്കം ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ CPM നേതാക്കൾ ഈ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ എൻ സുബ്രഹ്മണ്യത്തിനെതിരെ കലാപാഹ്വാനത്തിന് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും കുന്നമംഗലം വീട്ടിൽ നിന്നും കസ്റ്റഡിയെടുത്ത ഇദ്ദേഹവുമായി ചേവായൂർ പോലീസ് അവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 10-20 മിനിറ്റ് മുമ്പ് തന്നെ അല്പസമയത്തിനുള്ളിൽ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ബാക്കി നടപടിക്രമങ്ങൾ കൈക്കൊള്ളും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന കേസാണ് ഇദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ചിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ താൻ മാത്രമല്ല ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത്, സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ തന്നെ ഉള്ള ഒരു ചിത്രമാണ് താൻ ഉപയോഗിച്ചത് എന്നാണ് സുബ്രഹ്മണ്യൻ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഈ ചിത്രം ഷെയർ ചെയ്തിരുന്നു. ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഷെയർ ചെയ്തപ്പോൾ നവംബർ മാസത്തിലും മറ്റും ഷെയർ ചെയ്തിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ. അന്ന് ഈ ചിത്രം ഷെയർ ചെയ്തെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ തനിക്കെതിരെ മാത്രം എന്തുകൊണ്ട് നടപടി എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്തായാലും നിയമപരമായി തന്നെ പോരാടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ അല്പസമയം മുമ്പ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഉടൻ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹവുമായി പോലീസ് എത്തും. അശ്വതി, അതാണ് അനീഷ്, ഈ വിഷയത്തിൽ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി നിൽക്കുന്ന ഫോട്ടോ അത് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഈ AI ചിത്രം അതിനൊപ്പം പ്രചരിച്ചത്. ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു പോലീസ് ജീപ്പിന്റെ താക്കോൽ കൈമാറുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം ഈ ചെവിയിൽ എന്തോ പറയുന്നതായുള്ള അത്രയും ഗാഢമായ ബന്ധമാണോ മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള എന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ ചർച്ചകളൊക്കെ നടക്കുന്ന രീതിയിൽ ഈ AI ചിത്രം രംഗത്തെത്തിയത്. അതേസമയം അന്ന് തന്നെ ഈ CPM ഇത് AI ആണ് എന്നും മറ്റു ചിത്രത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകാമെന്നും ഒക്കെ പറഞ്ഞിരുന്നല്ലോ, അല്ലെ? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പരക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും നിൽക്കുന്ന ചിത്രം
പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നില്ല. പക്ഷെ പിന്നീടാണ് CPM തന്നെ അല്ലെങ്കിൽ CPM ഹാൻഡുകൾ തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, ആ ചിത്രത്തിന്റെ പൂർണ്ണ രൂപവും ഒപ്പം വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വിട്ടത്. ശബരിമല സന്നിധാനത്ത് ഈ രോഗികളെ എത്തിക്കുന്നതിനും അല്ലെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ അവിടെ നിന്നും താഴേക്ക് ആളുകളെ എത്തിക്കുന്നതിനും മുകളിലേക്ക് അത്തരത്തിൽ ഉപയോഗിക്കുന്നതിനായി ഒരു വാഹനം ആവശ്യമായി വന്നിരുന്നു. അത്തരമൊരു വാഹനം ഒരു സ്പോൺസർ നൽകാമെന്ന് പറയുകയും ഒരു ഗൂർഖ വാഹനം ശബരിമല സന്നിധാനത്തേക്ക് സ്പോൺസർ ചെയ്യുകയും ചെയ്തു. ആ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങ് കൂടിയാണ്. ഈ സ്പോൺസറെയും ദേവസ്വം ബോർഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ചത് ഈ ഇടനില നിന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നമുക്കറിയാം ശബരിമലയിലെ പല കാര്യങ്ങളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടതായുള്ള വിവരങ്ങൾ ഇതിനകം പുറത്തു വരുന്നുണ്ട്. പലപ്പോഴും സന്നിധാനത്ത് ഈ പുറത്തുനിന്ന് എത്തുന്ന ഭക്തർ അല്ലെങ്കിൽ വലിയ തോതിൽ പണം നൽകാൻ കഴിയുന്ന സ്പോൺസർമാരൊക്കെ നേരിട്ടല്ല പലപ്പോഴും ദേവസ്വം ബോർഡിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള ഇടനിലക്കാർ വഴിയൊക്കെയാണ് എത്തുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇടനില നിന്നു എന്ന രീതിയിലാണ് വാർത്തകളും വിവരങ്ങളും ഒക്കെ പിന്നീട് പുറത്തു വന്നത്. അങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒക്കെ നേരിട്ട് ഒരു ചിത്രത്തിൽ അണിനിരക്കുന്ന അല്ലെങ്കിൽ ഒരു വീഡിയോ ദൃശ്യത്തിൽ ഒരു വേദി പങ്കിടുന്ന രീതിയിലുള്ള ഒരു ചിത്രം പുറത്തു വന്നത്. പക്ഷെ ആ ചിത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം കൂടുന്നത്. ആ പുറത്തു വന്ന ചിത്രം പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ അടുത്ത ബന്ധമുണ്ട് എന്ന ഒരു വ്യാഖ്യാനം വരാം. ഒപ്പം സാധാരണഗതിയിൽ ഈ ആളുകളോട്, അപരിചിതരായ ആളുകളോടൊന്നും കൃത്യമായി അടുക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഈ വലിയ പരിചയമില്ലാത്തവരോട് ചെവിയിൽ പോയി സൗഹൃദം ഒന്ന് പങ്കുവെക്കുന്ന തരത്തിലുള്ള ആളുമല്ല എന്ന് മുഖ്യമന്ത്രി നമുക്കറിയാം. പക്ഷെ ഈ ചിത്രത്തിൽ ഇത്ര അധികം അടുത്ത് നിന്ന് ചെവിയിൽ പങ്കുവെക്കുന്ന കാര്യം എന്ത് എന്ന രീതിയിൽ തന്നെയാണ് പ്രചാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും അതിനുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ആൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതാണ് ഈ N സുബ്രഹ്മണ്യന്റെ ഫോട്ടോയുടെ ക്യാപ്ഷനും അങ്ങനെയായിരുന്നു അല്ലേ? ഇത്രയും ഇരുവരും ഒരുമിച്ച് നൽകുന്ന ഫോട്ടോ പങ്കുവച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും തമ്മിൽ ഇത്രമേൽ അഗാധ ബന്ധം ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്ന ക്യാപ്ഷനോടെയാണ് ഈ ഫോട്ടോകൾ പങ്കുവെക്കുകയും ചെയ്തത്. തീർച്ചയായും അത് തന്നെയാണ് കാരണം. ഈ സാധാരണഗതിയിൽ ഈ ഒരു പേരുമില്ലാത്ത ഐഡികളിൽ നിന്നും അല്ലെങ്കിൽ ഫേക്ക് ഐഡികളിൽ നിന്നും ഒക്കെ ഇത്തരം ചിത്രം പങ്കുവെക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു ആധികാരികതയെ കുറിച്ചൊക്കെ സംശയം വരും. പക്ഷേ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാർട്ടികളുടെയും മറ്റുമൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്തരം ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ആധികാരികത വരും. ഈ ചിത്രം യഥാർത്ഥ ചിത്രം എന്ന ഒരു പ്രതീതി ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം അതിന്റെ ക്യാപ്ഷൻ നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധം ഉണ്ടാവാൻ എന്തായിരിക്കും കാരണം? ആ 2-3 വാക്കുകൾക്കിടയിൽ തന്നെ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. കാരണം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നതങ്ങളിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന ആവശ്യം നിരന്തരം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, ഒപ്പം ഈ PS പ്രശാന്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലും അന്വേഷണം നടത്തണമെന്നൊക്കെയുള്ള ആവശ്യമായി മുന്നോട്ട് വരുമ്പോൾ അതൊക്കെ മേലയിലേക്ക്, അതായത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്കുള്ള അന്വേഷണം നീങ്ങണമെന്ന ഒരു പ്രചാരണം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ നടപടികൾ എടുക്കുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പരസ്പരം ചർച്ച ചെയ്ത് അറിഞ്ഞ് അവരുമായുള്ള ബന്ധത്തിന്റെ ഒരു സ്ഥലത്തിലേക്ക് വന്നതാണ് എന്ന് വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം. എന്തായാലും അത് വലിയ ഒരു പ്രശ്നമായി തന്നെയാണ് CPM കണക്കാക്കുന്നത്. മുഖവും തലയുമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കപ്പുറം കൃത്യമായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള സമൂഹത്തിൽ അത്യാവശ്യം പേരും പെരുമയും ഒക്കെ ഉള്ള ആളുകൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ അത് വരുത്തുന്ന പ്രത്യാഘാതം വലുതാണ് എന്ന് CPM അറിയാം. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നടപടിയെടുക്കുന്നത്. പക്ഷേ ഇന്നലെ അടക്കം ഇന്നും ഒക്കെ ഈ സുബ്രഹ്മണ്യം ചോദിക്കുന്നത് പോലെ ഇത്തരത്തിൽ താൻ മാത്രമല്ല ഈ ചിത്രം പങ്കുവച്ചത്, തനിക്ക് മുമ്പും ആളുകൾ ഈ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ചിത്രം പങ്കുവച്ചിരുന്നു. അന്ന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി എടുത്തില്ല, അല്ലെങ്കിൽ തനിക്കെതിരെ എടുക്കുന്ന നടപടി എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ എടുക്കുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്നാലും കോൺഗ്രസ് ഹാൻഡിലുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ വരും മണിക്കൂറുകളിൽ ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാന ചോദ്യവും അതാവും. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടാണോ? ഒരു ചിത്രം പങ്കുവച്ചാൽ, ഒരു ചിത്രത്തിൽ 2 പേർ ചിരിക്കുന്ന ചിത്രത്തിലെ ഒരു ഭാഗം മാത്രം പങ്കുവച്ചാൽ അത് എന്തുകൊണ്ട് ഈ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു? അത്തരമൊരു സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന ചോദ്യമൊക്കെ ആയിരിക്കും. എന്തായാലും പോലീസ് പക്ഷെ അനീഷ്, IT ആക്ട് ഒക്കെ വളരെ കർശനമായിരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ അനീഷ് പറഞ്ഞ മുഖമില്ലാത്തവർക്കെതിരെ പോലും അന്വേഷണവും നടപടിയും ഒക്കെ ഉണ്ടാകുന്ന ഈ കാലത്താണ് ഇപ്പോൾ
സുബ്രഹ്മണ്യൻ പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയണം. ഞാൻ മാത്രമല്ല അവന്മാരും ഉണ്ട് എന്ന് പറയുന്ന സിനിമ ഡയലോഗ് പോലെ ഇതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കേസല്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ആ ചിത്രത്തെ വലിയ തോതിൽ വക്രീകരിച്ചാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം വാഹനത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ CPM ഹാൻഡിലുകളിലൊക്കെ ആ ചിത്രത്തെ കുറിച്ചുള്ള വിശദാംശങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അടക്കം വന്നിരുന്നു. അദ്ദേഹം വാഹനത്തിലേക്ക് കയറാൻ പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു വശത്തേക്ക് മാറ്റുന്നു. അതായത് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു വശത്തേക്ക് കൈകൊണ്ട് തള്ളി നീക്കി മുന്നോട്ട് പോകുന്നതായിരുന്നു ആ ദൃശ്യം. പക്ഷെ അത് കുറച്ചുകൂടി അടർത്തിയെടുത്ത് ചിത്രീകരിച്ചപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തിയപ്പോൾ അത് അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തോ പറയുന്നത് പോലെയുള്ള വ്യാഖ്യാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഈ വക്രീകരണം ഈ ചിത്രത്തിൽ നടന്നത് എന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ ആ ചിത്രത്തിന്റെ രീതി മാറി. ഒപ്പം ആ ചിത്രം പുറത്തേക്ക് വിടുന്ന ആശയത്തിന്റെ ഗതി മാറി. അതുകൊണ്ട് തന്നെയാണ് വലിയ പരിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പിൻ പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹമാണ് പലപ്പോഴും ഈ അവിടുത്തെ കാര്യങ്ങൾ ഈ ഉയർന്ന പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള നടപടിക്രമങ്ങളിൽ ഇടപെട്ടത്. പലപ്പോഴും സ്പോൺസർമാരെ എത്തിക്കുന്നതും അല്ലെങ്കിൽ സ്പോൺസർമാർ എന്തെങ്കിലും കാര്യങ്ങൾ ശബരിമലയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അതിനുള്ളിലെ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നിരുന്നത്. ഒപ്പം വലിയ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹത്തിന് അടുത്ത ബന്ധം അല്ലെങ്കിൽ അടുത്ത ബന്ധമുണ്ടെന്ന് പ്രതീതി ജനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇത്തവണ ഈ ചിത്രം വലിയ ഒരു നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. ഒരു വശത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നം ഉയർത്തിക്കാട്ടുമ്പോൾ മറുവശത്ത് മറ്റു വിഷയങ്ങളിലൂടെ ഈ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് നീങ്ങാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു നിയമ യുദ്ധത്തിനും ഒപ്പം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനുമാകും ഈ വരും ദിനങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ഈ സുബ്രഹ്മണ്യന്റെ ഈ കസ്റ്റഡിയിൽ തന്നെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും വലിയ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ പുറത്തേക്ക് ഒഴുകപ്പെടുന്ന ഒരുപാട് ഫോട്ടോകൾ അല്ലെങ്കിൽ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അവയൊക്കെ ഒന്ന് തടയിടുക എന്ന ലക്ഷ്യം കൂടി ഒരുപക്ഷെ ഈ നടപടിക്ക് പിന്നിലുണ്ടാവും എന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും KPCC നിർവാഹക സമിതി അംഗവും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിലും ഒരാളായ N. സുബ്രഹ്മണ്യം കസ്റ്റഡിയിലായിരിക്കുന്നു. വീട്ടിൽ നിന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം മനീഷ്, ഈ കേസെടുത്ത ശേഷം അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് താൻ ഈ ചിത്രം പങ്കുവച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതും കൂടുതൽ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതൊരു ലൂപ്പ് ഹോൾ ആയേനെ. പക്ഷേ ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് താൻ ഈ പോസ്റ്റ് ഇട്ടതെന്നും AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണിതെന്നും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തീർച്ചയായും അതാണ്. അതായത് പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ ഉറവിടത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലായിരിക്കാം. ഈ പലപ്പോഴും ആളുകൾ പോസ്റ്റ് ചെയ്ത ശേഷം പറയും താൻ ഫോർവേഡായി ലഭിച്ച ഒരു ചിത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ വന്ന ഒരു ചിത്രം എടുത്ത് താൻ റീപോസ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ വാട്സാപ്പ് വഴി വന്ന ഒരു ചിത്രം തനിക്ക് ഉറവിടം അറിയാതെ താൻ പ്രസിദ്ധീകരിച്ചാണ് എന്നൊക്കെ പറയുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നു താൻ ഇതിന്റെ ആധികാരികത ഉറപ്പ് വരുത്തിയ ശേഷമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കൈവശം തന്നെയുള്ള അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ചിത്രം ഈ ചിത്രമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഒപ്പം മറ്റു ചില ആളുകൾ കൂടി അത് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്നടക്കമുള്ള ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. പക്ഷെ നമുക്കറിയാം നിയമത്തിന് മുന്നിൽ എന്താണോ ഏത് കേസിലാണോ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക ആ കേസായിരിക്കും കൂടുതൽ പരിഗണനയ്ക്ക് വരിക. മറ്റാളുകൾ സമാനമായ കുറ്റകൃത്യം ചെയ്തതുകൊണ്ട് എനിക്കും ഈ കുറ്റം ചെയ്യാം എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. എന്തായാലും നിയമത്തിന്റെ ആ ഒരു പരിരക്ഷ അക്കാര്യത്തിൽ ലഭിക്കില്ല എന്ന് നമുക്കറിയാം. രാവിലെ തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിലധികം വീടിന്റെ പുറത്ത് പോലീസ് കാത്തു നിന്നു. അദ്ദേഹത്തോട് പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ ഞങ്ങളുടെ എത്തണമെന്ന് ചേവായൂർ CI ആവശ്യപ്പെട്ടു. ഇതിനുശേഷം അദ്ദേഹം അകത്തേക്ക് പോവുകയും ഫ്രഷായ ശേഷം അദ്ദേഹം പുറത്തേക്ക് വരികയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേവായൂർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘമാണ് അവിടെ എത്തിയത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്
അദ്ദേഹം ഈ കസ്റ്റഡിയിലായി പോകുന്ന സമയത്തും പ്രതികരിച്ചത്. മറ്റ് നടപടിക്രമങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ഈ കേസിനെ നേരിടുന്നതിനെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ, രാഷ്ട്രീയമായ പ്രതിഷേധങ്ങൾ എന്നിവയൊക്കെ വരും മണിക്കൂറുകളിൽ ഉയർന്നു വരും എന്ന് നമുക്ക് കരുതാം. സ്വർണ്ണക്കടത്തുള്ള വിഷയം സജീവമാക്കാൻ കിട്ടിയ മറ്റൊരു അവസരമായി തന്നെ കോൺഗ്രസ് എന്തായാലും ഇതിനെ കാണുകയും ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട KPCC നിർവാഹക സമിതി അംഗം N സുബ്രഹ്മണ്യൻ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. അദ്ദേഹത്തെ സേവാ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിക്കുന്നത്. ശരി അനീഷ്.